ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് ശാല എവിടെയാണ്? അധികൃതമായ ഒരു വലിയ മാളിക മുറി അവർ കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട നഗരത്തിലെത്തി അവൻ പറഞ്ഞതുപോലെ കണ്ടു. അവർ പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 പേരെ വിളിച്ച് വന്നു. അവർ ഭക്ഷണം തിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾ ഒരുവൻ എന്നെ ഊറ്റിക്കൊടുക്കും. അവർ ദുഃഖിതരായി, അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, 12 പേരിൽ എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ തന്നെ. മനുഷ്യപുത്രൻ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവന് ദുരിതം. എനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായി. അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് സ്വീകരിക്കുകയും, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തത്, ഇത് അനേകർക്ക് വേണ്ടി ചീന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. പന്ത്രണ്ട് പീസ് അത് ഇങ്ങനെ മുറിക്കുവാണോ? 12 പീസായിട്ട് മുറിക്കും. 12 പീസ് 12 ശിഷ്യന്മാരെ ആയിരിക്കും സൂചിപ്പിക്കുന്നത് അല്ലേ? യേശുപ്പച്ചൻ അതിനെ സൂചിപ്പിക്കുന്നത്. പെസഹ ആണെങ്കിൽ മോനെ യേശുപ്പച്ചനും ശിഷ്യന്മാരും കൂടെ ഒന്നിച്ചിരുന്നപ്പം ഈ ദിവസമാണ് അപ്പം മുറിച്ചിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ബ്ലഡ്, നിങ്ങളത് ഒന്നിച്ചു ചേരുമ്പോൾ നിങ്ങൾ ഇത് കൂടി ചേർന്ന് ഇങ്ങനെ ആചരിക്കുവിന്ന് പറഞ്ഞു. നാളെയാണ് എന്താണ് ദുഃഖവെള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുപ്പച്ചൻ മരിച്ച ദിവസം. നമ്മൾ നാളെ രാവിലെ തൊട്ട് പള്ളിയിൽ പോവും. യേശുപ്പച്ചൻ മരിച്ചതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ദിവസമാണ്. ചെറുതായിട്ട് മുറിക്കും. ആയിരം വർഷം നീനക്ക് ആകും അത് 12. യേശുപ്പച്ചൻ എത്ര ശിഷ്യന്മാരാ ഉണ്ടായിരുന്നേ? അപ്പായാണ് ഇതിനകത്ത് ബിഗ്. ബിഗസ്റ്റ് ഇതിനകത്തിലും അപ്പായ ഏറ്റവും എൽഡർ. ഗ്ലാസ് കുടിക്കുന്നു, ഒരപ്പം എടുക്കുന്നു, ചേച്ചി കൊടുക്കുന്നു. വായി വെച്ച് തരണോ? അടുത്ത റോബിൻ. അപ്പൻ കയ്യിലോട്ട് കൊടുത്താൽ മതി. അടുത്ത ലിസ്. അടുത്ത റയാന. അത് കഴിഞ്ഞ് റാഹേൽ. അടുത്തത് റാഹേൽ. റാഹേലിന് ഇത് കൊടുക്കും. ലാസ്റ്റിൽ അബീബി. അബീബി എന്നാ മക്കളെ? അപ്പം മാത്രം മേടിച്ചു. കൊച്ചു മേടിച്ചു. അപ്പം മേടിച്ചു കയ്യിലോട്ട്.
പാലും അത് മേടിച്ചു. ഇനി ഡിപ്പ് ചെയ്ത് കഴിച്ചോ. ഇനി റോഞ്ച് അപ്പൊ എനിക്കെടുക്കാമല്ലോ. ഇന്നത്തെ ദിവസം നമ്മൾ കഴിക്കുക. ആവശ്യത്തിന്റെ സമയങ്ങളിൽ നോയമ്പ്. ഇനി 2 days